പ്രൈസ് ലോർഡ്. നമുക്ക് നിങ്ങൾ പങ്കായ എന്തോന്ന് കേട്ടിട്ടുണ്ടോ? പങ്കായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻജിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് നമ്മുടെ ആൽഫ്രഡ് വേഗ്നർ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. പുള്ളിയുടെ ഹോൾ ലൈഫ് ഇതിനു വേണ്ടി കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് വേണ്ടി അല്ല സൂപ്പർ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് വേണ്ടി ചിലവാക്കി. അപ്പം ഹോൾ ലൈഫ് ആ പുള്ളിക്കാരൻ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കി. എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ ഫുൾ പ്രൂവ് ചെയ്തിട്ടില്ല. കാര്യം അപ്പോഴത്തേക്ക് ആൾ മരിച്ചുപോയി. നമ്മുടെ റഷ്യയുടെയൊക്കെ ആ സ്ഥലത്ത്, അലാസ്ക ആ ഭാഗത്ത് കുഴി ഇങ്ങനെ കുഴിച്ച് പോയ സമയത്ത് എന്തോ സംഭവം ഈ വെതർ കാരണം പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ ദേവദാസൻ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് പങ്കായ അല്ലെ പാൻജിയ എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ പങ്കായത്തിനുള്ള അടിയല്ല പറയുന്നത്, പാൻജിയ അല്ലെ പങ്കായ എന്ന് പറയുന്നത്. അപ്പം പണ്ട് ഭൂമിയെല്ലാം ഒന്നായിരുന്നു, പിന്നെ അത് മാറിപ്പോയതാണ് എന്നാണ്, ഡ്രിഫ്റ്റ് ചെയ്തതാണ്. അതിന് കാരണങ്ങൾ പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ഒന്ന്, സമുദ്രത്തിൻ്റെ വെള്ളത്തിൻ്റെ അടി കൂടിയും, പിന്നെ വെതർ മഴ പെയ്യാൻ തുടങ്ങി, മഴ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 റീസണാണ് കൊണ്ടാണ് ഇത് വരുന്നതെന്നാണ് ഈ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പം പണ്ട് ഭൂമിയെല്ലാം ഒന്നായിരുന്നു എന്നാണ് സങ്കല്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിള് നമ്മളോട് പറയുന്നതെല്ലാം. പിന്നെ അപ്പം ഭൂമിക്കെല്ലാം എന്തോ പന്തലാസ അങ്ങനെ ഒരു വേർഡാണ് ഹോൾ വെള്ളത്തിൻ്റെ ഫോർമേഷന് പറയുന്നത് പന്തലാസ. അത് കഴിഞ്ഞ് പിന്നാണ് ഭൂമി മാറിയപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇത് വന്നത്. മനസ്സിലായി? അങ്ങനെ അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങളത് ഒന്ന് പഠിക്കാൻ. ഞാൻ എലാജയോട് ചോദിച്ചപ്പം, എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്, സയൻസിന് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെയും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും, ഞാനതെല്ലാം മറന്നുപോയി. ഇപ്പോഴാണ് ഞാൻ ഈ ഭാഗം സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പഠിച്ചത്. ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ് 1912 ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ബൈബിള് വായിച്ചത് ഞാൻ വേറെ ഒരു ഇതെടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഇപ്പം പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. എനിക്ക് അവിടെ ഇരിക്കുന്ന എല്ലാം കാണിക്കാവുന്ന എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് കാണിക്കാവുന്ന ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ വെച്ചാണ് ഞാനത് ചെയ്തത്. അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം അല്പസമയം ഞങ്ങൾ ബൈബിളിൽ നിന്ന് ഷെയർ ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരണമേ. ദൈവനാമമാത്രത്തിനായി തീരണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനും അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമായി തീരണമേ. ഈ പഠിക്കുന്നതിൻ്റെ അകത്തൊന്നും ഒരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല എന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ നാവിനോടും ഇമയിടപെടണമേ. പരിശുദ്ധമായ അപ്പച്ചൻ എന്ത് ജനങ്ങൾ അറിയണമെന്നായിരിക്കും അത് മാത്രമേ പറയാനുള്ളൂ. യേശു മനസ്സാക്കണം, യേശു തന്നെ. ആമേൻ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ കാര്യങ്ങൾ എന്നോട് ചിലർ പറഞ്ഞു, ചിലർ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചെന്ന്. ഒരു ദേവദാസൻ ആരാന്നറിയാം, നിങ്ങൾക്ക് ആരാന്നറിയാം, ആ ദേവദാസൻ എന്നോട് പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് ടെസ്റ്റ് മണി. യെസ്, ടെസ്റ്റ് മണിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ട്രാക്റ്റൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ടെസ്റ്റ് മണിയാൽ അനേക പേര് ദൈവത്തിലേക്ക് അനുഭവം കണ്ട്, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും പലരുടെ ജീവിതത്തിലെ അനുഭവം കണ്ടിട്ടും ഇത്രയും കഷ്ടതകളൊക്കെ വന്നിട്ട് എന്തുകൊണ്ടും മാറാത്തത്, ആ സന്തോഷത്തോട് ആ സംതൃപ്തിയോട് ഇരിക്കുന്നത് കാണുമ്പം ആൾക്കാർ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നഷ്ടങ്ങൾ വന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടിരിക്കുന്നു, അദൈവിക സന്തോഷം, അങ്ങനെയൊക്കെ പറഞ്ഞ് അനേക പേരെ മനസ്സിലായ ദൈവത്തിലേക്കുണ്ടാകും. ബട്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫൗണ്ടേഷൻ ഒരു ടെസ്റ്റ് മണി ആയിരിക്കരുത്. ഇൻസ്പയർഡ് ചെയ്തതാണ് ദൈവത്തിലേക്ക് വരുന്നത്
വഴി ടെസ്റ്റിമണി ആയാലും ഫൗണ്ടേഷൻ ഷുഡ് ബി ക്രൈസ്റ്റ് ജീസസ്. ഓക്കെ, ആൻഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ഓക്കെ, ഇതായിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് പവർ ഓഫ് ടെസ്റ്റിമണി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇന്ന് അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് വയ്ക്കാൻ പറ്റാത്ത ഞാൻ ഒത്തിരി അബ്യൂസ് ചെയ്തോട്ടൊക്കെയാണ്. ഇറ്റ്സ് ഓക്കെ. അത് അങ്ങനെ. പിന്നെ അടുത്ത കാര്യം എന്നോട് ചോദിച്ചത്, വിതൗട്ട് ദ ഹോളി സ്പിരിറ്റ് നോബഡി ക്യാൻ സേ ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. ബൈബിളിൽ യെസ് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എൻ്റെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഡിബേറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം വേണ്ട, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം മതി, കാരണം പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത്. പക്ഷെങ്കിൽ ജോൺ 3:3 നമ്മൾ ചാപ്റ്റർ 3 പഠിച്ചു വരുമ്പം നിക്കോദിമോസിനോട് പറയുന്നത് അനുസരിച്ച്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം. റൈറ്റ്? പിന്നെ ആമേൻ ആമേൻ നിങ്ങൾ വെള്ളത്താൽ ആത്മാവിനാൽ. ഇപ്പം വെള്ളത്താൽ സാക്ഷീകരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വെള്ളത്താൽ സാക്ഷീകരിക്കുമ്പോൾ തന്നെ ആത്മാ ലൈക്ക് എങ്ങനെ വേണേലും ഇൻ്റർപ്രിറ്റ് ചെയ്യും അല്ലേ. ദ ഓൺലി റീസൺ ഇത് എൻ്റെ അഭിപ്രായം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം മസ്റ്റ് ഹാവ് ടു ഹാവ്. മനസ്സിലായി? എന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം, സ്വർഗത്തിൽ ഞാനല്ല കൊണ്ടുവന്നത്. മനസ്സിലായി? ഞാനും അങ്ങോട്ട് പോകാനിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈവൻ സ്വർഗത്തിൽ പോകുന്നത് തന്നെ ചിലപ്പോൾ ഇതാണോ സ്വർഗം എന്നുണ്ടെങ്കിലോ എന്ത് കൊടുക്കും? മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഫയർ ചെയ്യാനുള്ള ഇഷ്ടം പോലെ റെഡിയാക്കി ആൾക്കാർക്ക് റീസൺ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, എനിവേ, സ്വർഗം ഇതാണെങ്കിൽ എന്ത് കൊടുക്കും? മനസ്സിലായി? ഇവിടെ ഉള്ളത് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇവിടെ ഉള്ള ജീവിക്കുക, പിന്നെ നമുക്ക് സ്വർഗത്തിലോട്ട് പോകുന്ന ചിന്തിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം മനസ്സിലായ ഒരാൾ ദൈവരാജ്യം കാണുക വീണ്ടും ജനിക്കുന്നത്. കണ്ട ഒരാൾ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കണ്ടാൽ നിങ്ങളത് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കത്തില്ലേ? അത്രയും മാത്രമേ പറയൂ. ഇപ്പോൾ ഒരു വീട് കണ്ടു, നിങ്ങൾക്കത് വാങ്ങിക്കാനുള്ള ആഗ്രഹം, അത് വാങ്ങിക്കുക, പിന്നെ അതിൻ്റെ അകത്ത് കയറി താമസിക്കുക. വീട് കാണുക, ആദ്യം വെളിയിൽ നിന്ന് കാണുക, അകത്ത് പോയി കാണുക, പിന്നെ അത് ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലുള്ള ആണ്. സോ പരിശുദ്ധാത്മ സ്നാനം മസ്റ്റ് ഹാവ് ടു ഹാവ് എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾക്ക് വിട്ടിരുന്നിരിക്കുന്നു. മനസ്സിലായോ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം, എങ്കിലേ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു എന്തുവാ ആ എൻഡ്യൂറൻസ് നിലനിൽക്കുന്നത്. എന്തും ഒരേ രീതി വർഷങ്ങളോളം ഓടുവാൻ പറ്റുന്നു. എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്നൊരു പാട്ട്, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. മനസ്സിലായി? ആ ഒരു സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥന അത്രേ ഉള്ളൂ, ദൈവമേ ഒരു ദിവസം പോലും വീഴാതെ. ചില ആൾക്കാർ പറയും പിന്മാറ്റത്തിൽ പോവാം. ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ടാണ് സമ്മതിച്ചു. പക്ഷെ അങ്ങനെ വരാതെ ഓടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം മസ്റ്റ് ഹാവ് ടു. സ്നാനം മാത്രമല്ല, എവറി ഡേ ഇൻഫില്ലിങ് മസ്റ്റ് ഹാവ് ടു ഹാവ്. ഇല്ലെങ്കിൽ പ്രയാസം. മനസ്സിലായി? ബാപ്റ്റിസ്റ്റുകാർ ടീച്ചിങ് വേറെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് വിഷമിക്കരുത്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഴുന്ന കാര്യത്തെപ്പറ്റി. ഓക്കെ, പണ്ട് ഞങ്ങൾ ഒരു ദേവദാസിൻ്റെ കൂടെ കൺവെൻഷന് പോയി, റൈഡ് കൊടുത്തപ്പം ആദ്യത്തെ ദിവസം ഓൾട്ടർ കോളിനെ വിളിച്ച് കൈവച്ചു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈ വെച്ചപ്പം പല ആൾക്കാർ പരിശുദ്ധ സ്നാനത്താൽ നിറയാനിടയായി. ഒരു സ്ത്രീയുടെ തലയിൽ കൈ വെച്ചപ്പോൾ ടപ്പോന്ന് പറഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ ഷോക്ക് അടിച്ച പോലെ പെട്ടെന്ന് ചാഞ്ഞങ്ങ് പോയി. അത് ഹരിദാസന് ഭയങ്കര ദുഃഖമുണ്ടായി. വണ്ടി വന്നപ്പോൾ അങ്ങനെ സംഭവം ഞാൻ ചെയ്തത് തെറ്റാണോ, അല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലൊരു ഇത് വന്നു. അന്നേരം അത് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പല ആൾക്കാരോട് ചോദിച്ചപ്പോൾ, നമ്മൾ ചില ദിവസം ഉപവാസത്തോടൊക്കെ ഇരിക്കുമ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ പ്രഷർ പോയിൻ്റ് ചിലപ്പം എവിടെയൊക്കെ. അപ്പം ചിലപ്പം ദേവദാസൻ കൈവച്ച് കൊടുത്ത് ഇച്ചിരി ഫോഴ്സ്ഫുള്ളി ആയിരിക്കും, അങ്ങനെ വെച്ചപ്പം വീണായിരിക്കും. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാകും.
പക്ഷേ ഇതൊരു നിത്യമാർഗമാക്കിക്കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല എന്നേ ഞാൻ പറയുള്ളൂ. തെറ്റാണോ ശരിയാണോ, യു ബി ദ ജഡ്ജ്. ഓക്കെ, എൻ്റെ അഭിപ്രായം അത് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അങ്ങനെ ഇപ്പം അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ആളെ അങ്ങനെ തെള്ളിയിട്ട് വീഴ്ത്തുന്നത്, ഞാൻ പറയുന്നത് നമ്മളിലുള്ളത് ദൈവം പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നറിയാം, മനസ്സിലായോ? പക്ഷെ അങ്ങനെ ഇരിക്കെ നമ്മൾ അങ്ങനെ കഴിവുണ്ടെങ്കിലും അങ്ങനെ പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രഷർ പോയിൻ്റ് ഇവിടെ വരും, മനസ്സിലായോ? ഈ നല്ല ഭാഗത്തായിട്ട് അങ്ങനെ വരും. അന്നേരം അവിടെ ഒന്ന് പെതുക്കെ ആഞ്ഞു വെച്ചാൽ ചിലപ്പോൾ താഴ്ക്കും. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതുണ്ട്, അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. യു ബി ദ ജഡ്ജ്. ഓക്കെ, പിന്നെ ദാവീദിനെ പറ്റി അഴുക്കായിട്ട് പറഞ്ഞു. എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു നല്ല പ്രായം, ഈ കഴിഞ്ഞ കുറേ നാൾ, ഒരു 4-5 വർഷം മുമ്പ് വരെ ദാവീദ് ഒരു സൂപ്പർ ഹീറോ പോലായിരുന്നു. ഓക്കെ, ഞാൻ ടെക്സ്റ്റൽ ക്രിറ്റിസിസം ഡാൻ വാലൻസിൻ്റെ ക്ലാസ്സിലല്ലാതെ ഒരു എടുത്തപ്പം ആ ഒരു ദേവദാസൻ ഇപ്പം അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ കൺസീവ്ഡ് നോളജ് എല്ലാം അടിച്ച് നിരത്തും, മനസ്സിലായി? എന്നിട്ട് അവർ പഴയ രീതി കൂടെ കാണിക്കും. ഇപ്പം നമ്മൾ പണ്ട് എന്തോ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ദേവദാസൻ ഒരു ആൾ നെഹ്റുവിൻ്റെ കൂടെ പോവാം. അപ്പോൾ ഭയങ്കര നാറ്റം വരുന്നു. അപ്പം നാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചപ്പം സോക്സിൻ്റെ അങ്ങോട്ടൊരു നാറ്റമായിരുന്നു. അപ്പം നെഹ്റു ആ സോക്സ് പുള്ളിക്കാരന് കളഞ്ഞിട്ട് ഒരു പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. പുതിയ ഒരെണ്ണം വാങ്ങിച്ച് പിന്നെയും വണ്ടിയിൽ പോകും, പിന്നെയും നാറ്റമാണ്. എന്തോ കൊടുത്തു, ആ സോക്സ് എടുത്ത് പുള്ളിക്കാരൻ കളയാറില്ല, വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്ത് അലക്കിയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ പോക്കറ്റ് ഇട്ടു, മനസ്സിലായി? ആ ഒരു സ്റ്റോറി. അതേപോലെ നമുക്ക് ഈ പ്രീ കൺസീവ്ഡ് നോളജ് ഉണ്ടല്ലോ, ഒരിക്കലും നമ്മൾ കളയത്തില്ല. അതിനെ അടിച്ച് നിരത്തിയില്ലെങ്കിൽ നമുക്ക് ആ പുതിയ വഴി കാണാൻ പറ്റത്തില്ല. അത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തു. അങ്ങനെ വന്നപ്പം എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അത് ആദ്യം തുടങ്ങുന്ന കാര്യം. എലൈജ മോൻ ഇവിടെ ദാവീദിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ പഠിച്ചു. അപ്പോൾ ഒരു ദിവസം എനിക്കപ്പം വായിക്കാൻ ആ ഹോൾ ദാവീദിൻ്റെ സ്റ്റോറി വായിച്ചു നോക്കിയപ്പം കുറേ ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അന്നേരമായി ക്ലാസ് വന്നത്. അപ്പം ഞാൻ ക്ലാസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വന്നപ്പം കേട്ട്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ, നിങ്ങൾ തന്നെ യു ബി ദ ജഡ്ജ്. ഓക്കെ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ്, പഴയ കാലത്തെ അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ഫോർ വൺ പർപ്പസ്. ഇന്നത്തെ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഫോർ ഫുൾ കംപ്ലീറ്റ് പാക്കേജ്. ഓക്കെ, അപ്പം ഒരഭിഷക്തൻ, നമ്മൾ ശൗലിനെ എപ്പോഴും ക്രൂശിക്കും. ശൗൽ അത് ചെയ്തില്ല. എന്തുകൊണ്ട് ആ സെയിം കോല് കൊണ്ട് നമ്മൾ ദാവീദിനെ ജഡ്ജ് ചെയ്യുന്നില്ല? ഓക്കെ, ദാവീദ് ഒരു സൂപ്പർ ഹീറോയും മറ്റേ ഇതായുണ്ട്. ഓക്കെ, പിന്നെ ഒരു അഭിഷിക്തനാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാണാൻ പോകുമോ? യു ബി ദ ജഡ്ജ്. കാണാൻ പോകുമോ? ഒരു പരിശുദ്ധാത്മാവിനാൽ സ്നാനത്താൽ നിറവോടെ നടക്കുന്ന ഒരാൾ കാണാൻ പോകുമോ? ആവശ്യമില്ലാത്ത കാണാൻ പോകുമോ? ആ ബത്ശേബയെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നടത്തുമോ? പിന്നെ അത് മറച്ചു വയ്ക്കാൻ ഇടയാവുമോ? പിന്നെ എന്താ പറയുന്നത്, ഊരിയാവിനെ കൊല ചെയ്തു. ഇത്രയും ഒരാൾ ചെയ്തിട്ടും അനുതാപം എന്നുണ്ടായത് എന്തുവിനാണെന്ന് നിങ്ങൾ ശരിക്കും ഓക്കെ 51-ാം സംഗീതത്തിൽ അനുതാപം ഉണ്ടായി പറഞ്ഞു, ഡു നോട്ട് ടേക്ക് അവേ ഹോളി സ്പിരിറ്റ്. ബട്ട് നമ്മൾ സ്റ്റോറി വായിക്കുമ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകുന്നിടം വരെ ഉള്ളത്. അത് കഴിഞ്ഞ് കുഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പം ചാടി എണീറ്റ് അടുത്ത പരിപാടിക്ക് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് നോക്ക്, ഡൗൺഫോളിൽ ഓരോ കാര്യത്തില്ല. എവിടെയെങ്കിലും ജീവിതത്തിൽ ചെയ്തതിനെ പറ്റി ഒരു അനുതാപം 51-ാം സങ്കീർത്തനത്തിൻ്റെ അത് ക്രിയേറ്റ് മീ എ ക്ലീൻ ഹാർട്ട് എന്ന് പറയുന്നു. പക്ഷെങ്കിൽ ടെക്സ്റ്റുകൾക്ക് ഓക്കെ കൂടുതൽ ഞാൻ പോകുന്നില്ല. ഓക്കെ, അത് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പ്രയാസമായി തീർന്നിരിക്കും. അതുകൊണ്ട് എനിവേ, യു ബി ദ ജഡ്ജ്. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എത്ര ഭാര്യമാരുണ്ട്? അങ്ങനെയൊക്കെ ഉള്ള കാര്യം. പിന്നെ അവസാനം മരണസമയത്ത് വന്നപ്പം
മോനോട് പറഞ്ഞ എന്തൊക്കെയാണ് മനസ്സിലായി? ഇന്നാളെ ഒരു അഭിഷക്തൻ പണ്ടൊരിക്കൽ വീഴ്ത്തപ്പെട്ടു, പിന്നെ ദൈവം ഒരു ഇത് കൊടുത്തു, വയസ്സാകുമ്പോൾ ലെറ്റ് യു ബി ദ റിവെഞ്ച് എടുക്കാൻ പറയുമോ? ഐ ഡോണ്ട് നോ, യു ബി ദ ജഡ്ജ്, നിങ്ങൾ ജഡ്ജ് ചെയ്യുക. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി നമ്മൾ ബൈബിളിൽ കൊടുത്തേക്കുന്നത് കഴിഞ്ഞാൽ നൺ ഈസ് പെർഫെക്റ്റ്. മനസ്സിലായോ? ഹി ക്യാൻ ബി ദ സൂപ്പർ ഹീറോ. സെയിം തിങ് സാംസന്റെ ജീവിതത്തിൽ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വന്നു. എല്ലാം ഇത് ദൈവത്തിൻ്റെ ആത്മാവോടുകൂടി എല്ലാം ചെയ്തു. ഏറ്റവും അവസാനം ലീലയുടെ മടി വന്നു, 1 വീണു, 2 വീണു, 3ാമത്തെ എല്ലാം ഇറ്റ്സ് ഓക്കെ വെച്ചുകൊണ്ടിരുന്നു അല്ലേ. എനിവേ, അത്രയും പറഞ്ഞതേ ഉള്ളൂ. ദാവീദിനെ താഴ്ത്തി കെട്ടിയല്ല പറയുന്നത്. ഓക്കെ, ആ ആളുടെ അനുഭവം വെച്ച്, ദാവീദിൻ്റെ അനുഭവം, ഇങ്ങനത്തെ അനുഭവം വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പം, മെഷർ ചെയ്യുമ്പം പ്ലസും മൈനസും നമ്മൾ ജഡ്ജ് ചെയ്യണം. മനസ്സിലായി? എന്നിട്ട് പിന്നെ ദാവീദിൻ്റെ ഈ പ്രയാസങ്ങളെല്ലാം വരുമ്പം പിന്മാറ്റത്തിൽ പോകുന്ന ഒരു അനുഭവമല്ലായിരുന്നു. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു presence of God, he is a totally different change person. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഇരുത്തി പഠിക്കുക. കൂടുതലായിട്ട് ഞാൻ പറയാൻ പോയാൽ ഒത്തിരി പ്രയാസങ്ങളിലോട്ട് പിന്നെയും പോകും. അതുകൊണ്ട് ലെമ്മി ഗെറ്റ് ഇൻ ടു ഇന്നത്തെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചാപ്റ്ററിൻ്റെ അകത്തോട്ട് കയറാം. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ അകത്ത് 10 മുതൽ 17 വരെ 17 വരെ ഉള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പം 17 വരെ ഉള്ള ശ്രദ്ധിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ദൈവം ഒരു ഗാർഡൻ എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ NET ബൈബിൾ എടുത്ത് നോക്കണം. അതിൻ്റെ ഓർച്ചഡ് എന്ന് എഴുതിയേക്കുന്നത് ഗാർഡൻ, ഓർച്ചഡ്, പാർക്ക് എല്ലാം സെയിം ഗണത്തിൽപ്പെടുമെങ്കിലും ഡിഫറെൻറ്റ് ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ, NET നിങ്ങൾക്ക് പറ്റുമെങ്കിൽ NET ബൈബിൾ, ഫിസിക്കൽ ബൈബിൾ വാങ്ങിച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കണം. 2ാം അധ്യായത്തിൻ്റെ. ഓക്കെ, എനിക്കിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ 15 മിനിറ്റ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അല്ലാതെ എല്ലാ വിവരവും ഞാൻ എല്ലാ സംഭവം കാണിച്ചു തരായിരുന്നു. അപ്പം എനിവേ, റിവർ, ഒരു നദിയുണ്ട്. ആ നദി ഏദനിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായി? ഇത് ശരിക്കും നിങ്ങൾ ഒരു നല്ല ബ്ലോ യുവർ മൈൻഡ് എന്ന് പറയുന്ന പോലുള്ള രീതി ഒരു എക്സ്പീരിയൻസ് വരണമെന്നുണ്ടെങ്കിൽ എസെക്കിയേൽ 47 റെവലേഷൻ 22 കൂടെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. അത് 3 ഭാഗം കൂടെ എടുത്ത് വെച്ചൊന്ന് വായിച്ച് പഠിച്ചു നോക്കുക. സ്പിരിച്വൽ മീനിങ് എൻ്റെ ദൈവമേ എന്തോ ഒരു രസമെന്ന് പറയും. എന്തോ ഒരു ഓക്കെ. അപ്പം ഈ ഏദൻ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. ആണോ? ഏദൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് പിൻ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി നോക്കി പല ആൾക്കാർക്കും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് ലൈക്ക് ട്രയോണിറ്റി പോലെ മിസ്റ്ററിയാണ് ഈ ഏഡ്. ഇതിൻ്റെ അകത്ത് വായിക്കുന്ന കുറേ ഭാഗങ്ങൾ ഇറ്റ്സ് ലൈക്ക് എ മിസ്റ്ററി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഏതെന്ന് പറഞ്ഞാൽ എ ബ്ലിസ്ഫുൾ പ്ലേസ്. ഗ്രീക്കിൽ വായിക്കുമ്പോൾ പർദീസ, പാരഡൈസ്. ഓക്കെ, പർദീസ എന്നാണ് ഗ്രീക്കിൽ വായിക്കുമ്പോൾ. ഇവിടെ വായിക്കുമ്പോൾ എ ബ്ലിസ്ഫുൾ പ്ലേസ്. ഇത് ഏത് സ്ഥലമാണ്? അതായത് അവിടെ ഒരു തോട്ടമുണ്ട് എന്ന് പറയുന്നു. ഓർച്ചഡാണെന്നോ തോട്ടമാണെന്നോ എന്തോ വടവർ ഇറ്റ് ഈസ്, അത് കെട്ടി ഉറക്കപ്പിക്കപ്പെട്ട ഓക്കെ ഇതാണ് ഫെൻസ് ഉള്ളത്. ഇതാണ് ഒന്ന്. ആ ഏദനിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് എവിടോട്ട് തോട്ടത്തെ ആദ്യം നനയ്ക്കുന്നു. പിന്നെ അവിടെ നിന്ന് 4 പോകുന്നു. വൈ 4? ഓക്കെ, അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. വൈ 4? ഓക്കെ, 4 ചോദിക്കുന്നത് വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, നോർത്ത്. ഓക്കെ, ദൈവത്തിൻ്റെ 4 ദൂതന്മാർ, 4 വിൻ്റെ 4 സ്ഥലത്തോട്ട് പോകുന്നു, 4 നദി, അങ്ങനെ കുറേ
നാലായിട്ടുണ്ട്, 4 ഡയറക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, 4 ഡിഫറെൻറ്റ് സ്ഥലത്തോട്ട് ഈ വെള്ളം ഒഴുകുന്നു. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? ഏദനിൽ നിന്ന്. ആദ്യം തോട്ടത്തെ നനയ്ക്കുന്നു, പിന്നെ 4 സ്ഥലത്തോട്ടും പോകുന്നു. ഏതെന്ന് വെച്ചാൽ എന്തുവാ? ഇറ്റ്സ് എ പ്ലേസ്, ഇറ്റ്സ് എ അനുഭവം, ഇറ്റ്സ് ഇത് ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞു. ഇത് പിൻ പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പല ആൾക്കാരും വരും. ഇപ്പോൾ യൂഫ്രട്ടീസും ടൈഗ്രീസും നദി ഇപ്പം നമുക്കറിയാം ഉണ്ട്, മനസ്സിലായോ? അത് ഫ്ലോ ചെയ്യുന്നത് മേളിൽ നിന്ന് താഴോട്ടാണ്. അപ്പം മറ്റേ നമ്മൾ കൂശിലോട്ട് പറയുന്നത് നദി, ഇപ്പം നൈൽ റിവർ പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്? താഴെ നിന്ന് മേലോട്ടാണ് ഒഴുകുന്നത്, മനസ്സിലായോ? ഒഴുക്ക് 2 സ്ഥലവും ഡിഫറെൻ്റാണ്. പിന്നെ അടുത്ത് പറയുന്നത് ഹിദ്ദേക്കൽ എന്ന് പറഞ്ഞ പീഷോ എന്ന് പറഞ്ഞ നദി ജൂയിഷ് എഴുത്തുകാരനായ ആളുടെ പേര് മറന്നുപോയി. ആ ആൾ പറയുന്നത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൻ്റെ ആ സൈലൻറ്റ് പീരീഡിലുള്ള ഒരു എഴുത്തുകാരനാണ്. എനിക്ക് ആ പേര് പെട്ടെന്ന് വായുന്നത്. ആ ആൾ പറയുന്നത് ഈ പീഷോ എന്ന് പറഞ്ഞ നദി ഇന്ത്യയിൽ നിന്ന് വരുന്നത് ഗംഗാ നദി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പം ഇവിടെ അല്ലേ ഇതിരിക്കുന്നത്, മറ്റേ സ്ഥലം ഇന്ത്യ അങ്ങല്ലേ. ഇന്ത്യയെ മാത്രമേ ഉള്ളൂ ലാപ്പസ് ലസൂലി എന്ന് പറഞ്ഞ രത്നം, ഗോൾഡ് സ്റ്റോൺ ആ സ്റ്റോൺ ഉള്ളത്, ആ ജെം സ്റ്റോൺ ഉള്ളത് ഇന്ത്യ മാത്രം. അവിടെ നിന്നായിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ട് ഇതുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു സിവിലൈസേഷൻ, നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒന്നും പഠിച്ചു നോക്കാമെങ്കിൽ ഇന്നത്തെ ടെക്നോളജി അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറല്ല, സുവറേജ് സിസ്റ്റം അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഭയങ്കരമായ ഒരു രീതി ഇരുന്ന സമയം ഓൾ ഓഫ് സഡൻ അവിടുത്തെ നദി വറ്റിപ്പോയി. പല ആൾക്കാരും അവിടെ വരെ വന്നിട്ടുള്ള നദി ക്രോസ് ചെയ്യാൻ പല ആൾക്കാർക്കും പേടിയായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയൊരു നദി, അതിൻ്റെ ചുറ്റുമുള്ള ഒരു അതിനെന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു ഏൻഷ്യൻ്റ് വലിയൊരു സിവിലൈസേഷൻ എന്തായിരുന്നു പറയുക, വലിയൊരു പട്ടണമായിരുന്നു അത്, നല്ലൊരു പട്ടണമായിരുന്നു. അവിടുത്തെ സിവറേജ് കാര്യങ്ങളും അവിടെ ലാപ്പസ് ലസൂലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം അവിടെ മാത്രമേ ഈ ലോകത്തിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള സ്ഥലം ഈജിപ്തിലോട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അക്കോർഡിംഗ് ടു പാൻജിയ, ആൽഫ്രഡിൻ്റെ പാൻജിയ പങ്കായ, പഴയ ഇന്ത്യ പണ്ട് അത് എത്യോപ്യൻ രാജ്യത്തിൻ്റെ ഇപ്പം എത്യോപ്യൻ രാജ്യം ഇങ്ങനെ തന്നെ അതിൻ്റേത് ഇപ്പം മഡാഗാസ്കർ ആ സ്ഥലം ഉള്ളതുപോലെ ആയിരുന്നു. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് മൂലം ഇങ്ങനെ പോയി മറ്റേ ഹിമാലയ ആ പ്രദേശത്തോട് ചേർന്ന് ഇങ്ങനെ പണ്ട് ഇങ്ങനെ ഇരുന്ന സ്ഥലത്തോട്ട് പാകിസ്ഥാൻ ആ സ്ഥലത്ത് അവിടോട്ട് വന്ന് ഇങ്ങനെ ചേർന്ന് ആ ലേറ്റർ കോൺ ഷേപ്പ് ആയത് ഇവിടുന്ന് മുറിഞ്ഞു പോയി അവിടെ വന്നതാണെന്ന് ചിന്തിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഇറ്റ് മേക്സ് ഓൾ ദ സെൻസ്, റൈറ്റ്? അപ്പോൾ നദികളെല്ലാം അപ്പം എവിടെയാണ് ഏതൻ തോട്ടം എഗെയിൻ അവിടെയും വരുന്നത് നദികളുടെ ഒഴുക്ക്, അത് വലിയൊരു ഹാർഡാണ് അത് കണ്ടുപിടിക്കാൻ. പിന്നെ ഒരു ദേവദാസൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കോണിൽ 4 നദിയല്ലേ, ഈ 4 നദി ഈ നോഹയുടെ കാലത്തുള്ള ജലപ്രളയവും ഈ മഴയും പിന്നെ ആൾക്കാർ അബ്യൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പിൽക്കാലത്ത് പാപം വർത്തി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ജനങ്ങൾ ഇതിനെ വലുതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം എന്ത് ഈ 4 നദി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ഗോസ് എറൗണ്ട് എന്നല്ലേ വായിച്ചിരിക്കുന്നത് നമ്മൾ. അപ്പം അത് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. പക്ഷേ ഇത് ഏത് ഭാഗത്തോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്തെന്നും കൺഫ്യൂസ് ഉണ്ട്. അപ്പോൾ ദർസ് നോ ലിറ്ററൽ വേ ഗാർഡൻ ഓഫ് ഏഡൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസം. ആൾക്കാർ അങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്ഥലം ഇമാജിനേഷൻ അവരുടെ ഇത് വെച്ച് പറയുള്ളൂ. പക്ഷേ ഐ വിഷ് ആൽഫ്രഡ്
ചിലപ്പോൾ ആ ആൽഫ്രഡ് എന്ന് പറഞ്ഞാൽ ആ സയൻറ്റിസ്റ്റ് മരിച്ചു പോകാൻ കാര്യമായി. ചിലപ്പോൾ ആ പുള്ളിക്കാരൻ ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ മേ ബി റോങ് തിയറി വന്നതിന്, മേ ബി പല ആൾക്കാർക്കും ക്ലോസർ ഐഡിയ കിട്ടിയതിന്, ഐ ഡോണ്ട് നോ. എനിവേ, ഇതിൻ്റെ കുറേ കാലമായിട്ട് ഞാൻ നടന്നു. ഇതുവരെയായിട്ടും ഒരു ആൻസറും എനിക്ക് കിട്ടിയിട്ടില്ല. ഈഡൻ എന്ന് പറയുന്നത് ഒരു ബ്ലിസ്ഫുൾ മൂമെൻറ്റ്, ഒരു എക്സ്പീരിയൻസ്, ഒരു സ്ഥലമുണ്ടായിരുന്നു. അത് ബ്ലിസ്ഫുൾ മൂമെൻ്റ് ആയിരുന്നു, ഒരു സ്ഥലമായിരുന്നു. നമുക്ക് അവിടുന്ന് വരുന്ന വെള്ളം തോട്ടത്തെ നനച്ചു, പിന്നെ അവിടുന്ന് 4 നദികളായിട്ട് പോയി. ഇതിൻ്റെ സ്പിരിച്വൽ ഇതിനറിയണമെന്നുണ്ടെങ്കിൽ എസെക്കിയേൽ 47, റെവലേഷൻ 22 വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് 4 ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തത് പീഷോൻ, ദ വൺ ദാറ്റ് വൈൻസ് അല്ലെങ്കിൽ ഗോസ് അറൗണ്ട് ദ ഹോൾ ലാൻഡ് ഓഫ് അവീല വേർ ദർ ഇസ് ഗോൾഡ്. അതിപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എവിടെ ആയിരുന്നു. ഈ ഹവീല എന്ന് പറയുന്നത് സ്ഥലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖൂഷിൻ്റെ, ഇപ്പം പേര് വെച്ച സ്ഥലപ്പേര് വരുന്നുണ്ട് ഖൂഷിൻ്റെ. ഹവീല എന്ന് പറയുന്നത് ഹാമിൻ്റെ അല്ലെങ്കിൽ ഖൂഷിൻ്റെ ഒരു മോൻ്റെ പേരാണ് ഹവീല. മനസ്സിലായി? വേറെ ഒരു മോൻ്റെ പേരാണ് നിമ്രോദ്. ഓക്കെ, അപ്പോൾ ഹവീല എവിടെയായിരുന്നു? മനസ്സിലായി? ഇപ്പം പാഞ്ചിയ പറഞ്ഞു വരുവാണ്. ഓക്കെ, മേക്ക് സെൻസ്. എവിടെയാണ്? ഓക്കെ, അവിടുത്തെ ഗോൾഡും ലാപ്പിസ് ലസൂലി എല്ലാം നല്ലത്. രണ്ടാമത്തത് ഗീഹോൻ, അതും ഇതേപോലെ തന്നെ ഖൂഷ് ദേശത്തോട്ട് പോന്നു. അപ്പോൾ 2 നദി ഏകദേശം ഇപ്പം പേര് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഖൂഷ് എന്നുള്ളത് ചേർത്ത അവിടെ എത്യോപ്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നിമ്രോദ്, ഖൂഷിൻ്റെ മോനായ നിമ്രോദിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഷൈനാർ ദേശം. മനസ്സിലായി? ഷീനാർ ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഇറാഖ് അഷറൂർ ആ ദേശത്താണ്. മനസ്സിലായി? അഷറൂർ ഇറാഖിൻ്റെ മേലോട്ടുള്ള ആ ഭാഗം, അല്ലെ ഇറാഖ് ആ ഭാഗം. ഓക്കെ, അവിടാണ് നിമ്രോദിൻ്റെ ഖൂഷിൻ്റെ മോനായ ഒരാൾ. പക്ഷെങ്കിൽ ഹവീല പറഞ്ഞു വരുമ്പം ഈ അറേബ്യ രാജ്യത്ത് വരും. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം ഒരു ഡിഫറെൻറ്റ് പഴയ കാലത്തെ പേരുകൾ ഇതൊക്കെയല്ലേ അങ്ങനെ വരുമ്പോൾ. പിന്നെ ടൈഗ്രീസ് ആൻഡ് യൂഫ്രട്ടീസ് നമുക്ക് ഈസി ആയിട്ട് പിൻ പോയിൻ്റ് ചെയ്യാം. പക്ഷെ ആ നദി അല്ല എന്ന് പല ആൾക്കാരും സയൻറ്റിസ്റ്റും ഇവരൊക്കെ പറയുന്നു. ആരാണോ? എനിവേ ഇത്രയേ ഉള്ളൂ. ഒരു നദി ഉണ്ടായിരുന്നു. ആ നദി 4 സ്ഥലത്തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ആദ്യം നമ്മളിലോട്ട് പകർന്നു. മനസ്സിലായി? ആ പകർന്ന് പിന്നെ 4 തോടുകളാണ് ലോകത്തിൻ്റെ അറ്റത്തോളം. നിങ്ങൾ ശക്തി ലഭിക്കുവോളം കാത്തിരിക്കുക. ശക്തി ലഭിച്ചു കഴിഞ്ഞ് യഹൂദിയയിലും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം ഒരു നദിയുണ്ട്. നദി ഏദനെ നനച്ചു വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 4 ഭൂമിയുടെ അറ്റത്തോളം 4 ഡയറക്ഷനിൽ കാണിക്കും. 4 ഡയറക്ഷനിൽ പോകുന്നു. മനസ്സിലായോ? ആത്മീയാർത്ഥം അതാണ്. അതിൻ്റെ ആത്മീയാർത്ഥം ശക്തി ലഭിച്ചിട്ട് ഹോളി സ്പിരിറ്റ്, ദാറ്റ് റിവർ ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഫ്ലോസ് ടുവേഴ്സ് ഓൾ. നമ്മൾ ആ സുവിശേഷം അറിയിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത 15-ാം അധ്യായത്തിൽ വരുമ്പം യഹോവയായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സെറ്റിൽഡ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ടെൻറ്റും ഞാൻ വർക്ക് ചെയ്യാനും കാത്തു സൂക്ഷിക്കും. പ്രൊട്ടക്റ്റീവും പിന്നെ അവിടുത്തെ പ്രൊഡക്റ്റീവുമായി തീരുക. പ്രൊട്ടക്റ്റീവ് അതിനെ കാത്തു സൂക്ഷിക്കുക. ഇതാണ് എല്ലാ ദൈവമക്കളുടെയും. നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ഇത് വേണം.
ഒരു ഫെൻസ് വേണം. ആ ഫെൻസ് നമ്മൾ തന്നെ ദൈവവചനത്താൽ അത് ആക്കണം. ആ ഫെൻസിൻ്റെ അകത്ത് നിന്ന് അതിനെ കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, നമ്മൾ എൻജോയ് ചെയ്യുകയും കൂടെ ചെയ്യണം, പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യണം. എന്നിട്ട് 7-ാം ദിവസം നമുക്ക് വേണ്ടി തന്നിരിക്കുക, അത് ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് മേഡ് ഇറ്റ് ഹോളി ടു എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. 6 ദിവസം നിങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആക്കണം. 7-ാം ദിവസം നിങ്ങൾ ദൈവത്തിന് വേണ്ടി എൻജോയ്, ഇനിയും വരാനുള്ള ഒരു ലോകത്തിൻ്റെ എൻജോയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ഇപ്പം എല്ലാം കൂടെ ഇപ്പോൾ ഓരോ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച ഫുള്ള് പറഞ്ഞില്ല, ഇപ്പം ഈ ആഴ്ച കുറച്ചുകൂടെ പറഞ്ഞു. ഇനി ഫുള്ള് ഞാൻ ഇപ്പോഴും പറയാൻ ഇല്ല, അടുത്ത ആഴ്ച. കാരണം ഇനി വീഴ്ച വരുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ദൈവം മനുഷ്യനെ വെച്ചിട്ട് മനസ്സിലായി ഏതൻ തോട്ടത്തിലാക്കി. ആ തോട്ടം ദൈവത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം നമ്മളാണ് തോട്ടം. ആ തോട്ടം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നനയ്ക്കേണ്ടത് ഹോളി സ്പിരിറ്റ് നനയ്ക്കേണ്ടത്. ഓക്കെ, മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ പഠിച്ചു, വെള്ളം പൊങ്ങി വന്ന് അതിനെ നനച്ചു. ആ വെള്ളം മനസ്സിലായി, മിസ്റ്റ് പൊങ്ങി വന്നു. വീഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ എൻ്റെ വചനം കാത്തു സൂക്ഷിച്ചാൽ ഞാൻ മേളിൽ നിന്ന് നിങ്ങൾക്ക് മഴയൊരുക്കും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം കാത്തു സൂക്ഷിക്കേണ്ടതും അതിനാണ് പറഞ്ഞത്, വേലിയില്ലാത്ത വിശ്വാസമാകരുത്. മനസ്സിലായോ? വേലിയില്ലാത്ത വിശ്വാസമാകില്ല. ഇപ്പം റോഷഷാനയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ, റോഷഷാന കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-ാം ദിവസമാണ് യോം കിപ്പൂർ, അനുതാപത്തിൻ്റെ ദിവസം. അനുതാപത്തിൻ്റെ ദിവസം 5 ദിവസം കഴിയുമ്പം സുക്കോത്ത, കൂടാരപ്പെരുന്നാൾ. മനസ്സിലായി? ഞാനിവിടെ വന്ന കാലങ്ങളിൽ ആദ്യം 98 വന്നെങ്കിലും 2003 കാലഘട്ടങ്ങളിൽ ഞാൻ കേൾക്കുവാൻ ഇവിടെയുള്ള മലയാളി ചർച്ച് അവർ കുറച്ച് നാൾ വീട്ടിലെ സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയി എടുക്കുന്നുണ്ട്, ഈ കൂടാരപ്പെരുന്നാൾ പോലെ, നമ്മുടെ റിട്രീറ്റ് പോലെ അല്ലേ, അത് എൻജോയ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് എൻ്റെ അർത്ഥം അത്ര മനസ്സിലായില്ലെങ്കിലും ഇന്ന് അത്രയും വിശ്വാസത്തിൽ അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തത്. ഇന്നത്തെ റിട്രീറ്റല്ല, അതെടുത്ത് അന്ന് ആ പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ സുഖം കുറച്ച് ദിവസം കളഞ്ഞിട്ട് ഞങ്ങൾ കൂടാരമാന്ന് അവിടെ പോയി കുറച്ച് നാൾ ഞങ്ങൾ ദൈവത്തെപ്പറ്റി ദൈവത്തിൻ്റെ പ്രസൻസിൽ പോകാം. അത് മൊത്തം ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ പറയും, റോഷഷാന പറഞ്ഞതിൻ്റെ പേര് പിന്മാറ്റത്തിൽ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. യഹൂദൻ്റെ ഇതിന് വേണ്ട, അത് വേണ്ട, മറ്റേ വേണ്ട. ഓണം അത് ഇത് പറയും. ഇങ്ങനെയൊക്കെ മറ്റുള്ളത് വരുമ്പം പിന്മാറ്റമൊന്നും ഒരു കുഴപ്പമില്ല. മിനിറ്റ് റോഷഷാനോ ശാബത്തോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉടനെ പിന്മാറ്റം. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ദൈവമേ, ഇവർക്ക് ഇത്രയും, ആ സഭയ്ക്ക് അത്രയും ഒരു മച്യൂരിറ്റി, ഒരു അടിസ്ഥാന സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നല്ലോ. കാരണം വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാൻ മനസ്സിലായി. അപ്പോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഗാർഡൻ നമ്മൾ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമുക്ക് എവിടെ വരെ പോകാം, ഇങ്ങനെ നമുക്കൊരു ഗാർഡൻ നമ്മളിലുണ്ട്. ഓക്കെ, ഹോളി സ്പിരിറ്റ് റിവറിൻ്റെ നദി. നൗ വി നീഡ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്, ഫെൻസ് ഇറ്റ്. മനസ്സിലായി? തൊട്ടാവാടി ഗ്രോ ഇൻ ഫെയ്ത്ത്. മനസ്സിലായി? വിശ്വാസത്തിൽ പോയി ദെൻ എക്സ്പ്ലോർ. എല്ലാം ചെയ്യണം. യഹൂദനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. മനസ്സിലായി? സർക്കസേഷൻ അങ്ങനെയൊന്നും നിങ്ങൾ ആചരിക്കണമെന്ന് സബത്ത് ആചരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഗോ എൻജോയ് ദ പ്രസൻസ് ഓഫ് ഒരു ഡേയ്സ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ദൈവത്തെ എൻജോയ് ചെയ്യും. ഈ സഭ ഏതാണെന്നൊന്നും വന്ന് 2003-2004 കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട സംഭവം. ആ സഭ ദേ ഡു ദിസ്
കൂടാരപ്പെരുന്നാളെന്ന് അവരന്ന് പറഞ്ഞതേ ഉള്ളൂ. വീടിൻ്റെ സുഖം വിട്ട് 3-4 ദിവസം വേറെ സ്ഥലത്ത് പോയി അവർ എൻജോയ് ചെയ്യുക. അത് പിന്നെ പല സഭകളും അത് കണ്ട് റിട്രീറ്റ് പ്രോഗ്രാം പോലെ ആക്കി വന്നിട്ടുണ്ട്. വീടിൻ്റെ സുഖം വിട്ടിട്ട് പോയി കുറച്ച് എനിഹാവ് അങ്ങനെ വിശ്വാസത്തിൽ അവർ മനസ്സിലായി അവർക്ക് ആ ഒരു വളരുവാനിടയായി. തൊട്ടാവാടിയായിട്ട് അത് യഹൂദന്മാർ ചെയ്യുന്ന നമുക്കങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ യഹൂദന്മാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തായിരിക്കണം എന്നൊക്കെ എന്നാൽ അങ്ങനത്തെ ഒരു മനസ്സിലായ ദേ ഹാവ് ഫേം ഫൗണ്ടേഷൻ ആൻഡ് ദേ നോ അവർക്ക് ഫെയ്ത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ട്. അവർ ഫെൻസ് കെട്ടിയിട്ടുണ്ട്, അവർക്കറിയാം എവിടെ വരെ പോകാൻ പറ്റും. മനസ്സിലാവും. ആ ഫെൻസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമുക്കൊരു ഫെൻസ് ഉണ്ടായിരിക്കണം. അവിടുത്തെ ഒരു എന്താ ഈവിളിന് ഒരു ഫുഡ് ഹോൾ കൊടുക്കരുത്. കൊടുത്താൽ ആ പുള്ളിക്കാൻ അത് നിഷേധിയാക്കും. ഓക്കെ, റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ഈവിൾ. ഓക്കെ, അതേപോലെ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫെൻസ് ഉണ്ടായി, ആ ഫെൻസ് സൂക്ഷിക്കണം. മനസ്സിലായോ? ഫെൻസില്ലാത്ത വിശ്വാസം, അതിലില്ലാത്ത വിശ്വാസം വരുമ്പോൾ കുറേ ഫെൻസിനെ കാണിക്കുന്നതിന് ദുരുപദേശം വരാതിരിക്കാൻ പറ്റും. മനസ്സിലായോ? ദുരുപദേശം, റോങ് ടീച്ചിങ്, റോങ് ടെംപ്റ്റേഷൻസ്, റോങ് ആൾക്കാർ വരിക, അതേപോലെ ഒത്തിരി റോങ് കാര്യം വരെ നിങ്ങൾക്കറിയാലോ എന്തിനായിട്ട് ഫെൻസ് വെച്ച് സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ വാക്യം വരുന്നത് 16 ദൈവമായ യഹോവ പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു തോട്ടം വെച്ചിട്ട് ആ തോട്ടത്തിൻ്റെ നടുക്ക് 2 വൃക്ഷങ്ങൾ, നിങ്ങൾക്ക് തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും തിന്നാം. ഇതുകൊണ്ടാണ് ഫലങ്ങളുള്ള ട്രീ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ അതിനെ ഓർച്ചിഡ് എന്ന് പറയാനിടാക്കി. ഓക്കെ, എനിവേ ഓർക്കിഡ് അല്ല ഓർച്ചിഡ്. ഓക്കെ, തെറ്റിപ്പോരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ട്രീ ഓഫ് ഗുഡ് ആൻഡ് നോളജ്, ഗുഡ് ആൻഡ് ബാഡ്, ഗുഡ് ആൻഡ് ഈവിൾ. ഓക്കെ, യു മസ്റ്റ് നോട്ട് ഈറ്റ്. As soon as you eat of it, you shall die. നീ മരിക്കും, അല്ലെ മരിച്ചുകൊണ്ടിരിക്കും. യു വിൽ ഡെഫിനറ്റ്ലി ഡൈ. മനസ്സിലായി? 2 മരണമാണ് ഈ ഹീബ്രുവിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രീ ഓഫ് ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് ട്രീ ഓഫ് എന്തിനാണ് നമ്മളുടെ സാധാരണ ചോദ്യങ്ങളാണ്. ഇഫ് ട്രീ ഓഫ് ലൈഫ് ഇസ് ബാഡ്, എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്തത്? ഗുഡ് ആൻഡ് ഈവിൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? മനസ്സിലായി? ഇഫ് ദർ ഇസ് ഗുഡ്, ദർ ഇസ് ഈവിൾ. ദൈവം പറയുന്നു, ഐ ക്രിയേറ്റഡ് ദ ഈവിൾ. മനസ്സിലായി? ദർ ഇസ് ഗുഡ് ഉണ്ടെങ്കിൽ അവിടെ ഈവിളും ഉണ്ട്. ഓക്കെ, അപ്പം എന്തിനാണ് ഇത് പ്രൊഹിബിറ്റ് ചെയ്തത്? ദാറ്റ് ഷോസ് ഗാഡ് ഗീവ്സ് അസ് ഫ്രീഡം ഓഫ് വിൽ. നമ്മളുടെ ഹോളി സ്പിരിറ്റ് ആയാലും ദൈവമായാലും നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സിനെ അല്ല ഫ്രീഡം ഓഫ് വില്ലിനെ സപ്രസ് ചെയ്യത്തില്ല. അത് ദുരാത്മാവാണ്. മനസ്സിലായി? പൊസസ് ചെയ്ത് നമ്മുടെ ഫുൾ ചോയ്സ് മാറ്റി, മനസ്സിലായി, അതിനെ റെസിസ്റ്റ് ചെയ്യണം. ആൻഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഇപ്പം ഇവിടെ ദൈവം ട്രീ ഓഫ് ലൈഫ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ട്രീ ഓഫ് ഗുഡ് ആൻഡ് നോളജ്, the tree of knowledge of good and evil, you shall not eat it. അപ്പോൾ അടുത്ത ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, കാണാൻ ഭംഗിയുള്ളതും നല്ലതാണെന്നും നമ്മൾ പഠിച്ചു. പിന്നെ അങ്ങോട്ട് വേറെ അടുത്ത ഭാഗം 3-ാം അധ്യായം വരുമ്പോൾ വേറെ നമ്മൾ ടച്ച് ചെയ്യലെന്നും കൺമോവും ജഡമവും ജീവനത്തിൻ്റെ അതൊക്കെ അവിടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ why did God create it? ദൈവം എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്തത്? മനസ്സിലായോ? ഗാഡ് ഇസ് സോൾവിങ്. ഓക്കെ, പക്ഷേ ഓക്കെ ഇപ്പം ദൈവം പറഞ്ഞു അവിടെ ഉള്ള എല്ലാത്തിനും ഇൻക്ലൂഡിങ് ട്രീ ഓഫ് ലൈഫ്. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ ട്രീ ഓഫ് ലൈഫിൽ നിന്ന് കഴിച്ച് ശക്തിപ്പെടുക. ഇവഞ്ച്വലി once you grow up, you can eat. Maybe God will allow you to eat from the tree of good and evil.
ബട്ട് റൈറ്റ് നൗ അത് കഴിക്കരുത്. ആദ്യമേ അത് കഴിച്ചാൽ എന്തു പറ്റും? ഇതിൻ്റെ കുറേ ഞാൻ ഇതെടുത്ത് നോക്കി. ഓരോ ദൈവദാസന്മാർ ജൂയിഷ് ആയാലും ഇതായാലും നല്ല നല്ല രസം അത് വായിക്കാനും അതിൻ്റെ ഓരോ ആൾക്കാരുടെ അഭിപ്രായം എഴുതിയേക്കുന്നത് മനസ്സിലായി. ബട്ട് ദിസ് ഇസ് വാട്ട് നമുക്ക് തെറ്റും ശരിയും അറിയാനുള്ള പ്രായമാണോ? ആണോ? ഇപ്പം ദൈവം കമാൻഡ് ചെയ്യുക. ഗാഡ് കമാൻഡഡ് ദാറ്റ്. ദൈവം കമാൻഡ് ചെയ്തു. ഇറ്റ്സ് കമാൻഡ്മെൻറ്റ്, റൈറ്റ്? ഇപ്പം ചിന്തിക്കും, നമ്മളുടെ വീട്, ഓക്കെ, പിതാവ് മോനോട് പറഞ്ഞു, എടാ നീ അത് ചെയ്യരുത്, ചെയ്താൽ നീ വീട്ടിൽ നിന്ന് പുറത്താവും. ഓക്കെ, അപ്പം പിതാവിനെ അനുസരിക്കുകയാണോ ചെയ്യേണ്ടത്? അതിൻ്റെ തൊട്ടടുത്ത അമ്മമാരുണ്ട്. അമ്മമാർ പിതാവിൻ്റെ വാക്കിനെ സപ്പോർട്ട് ചെയ്യുകയാണോ ചെയ്യേണ്ടത്, അതോ ഇത് ചെയ്യുകയാണോ ചെയ്യേണ്ടത്? മനസ്സിലായി? അപ്പം മോൻ അത് ചെയ്തു എന്നിരിക്കട്ടെ, എന്തോ പറ്റും? നമ്മളെന്ത് കൊടുക്കും? അവനെ കിക്ക് ഔട്ട് ചെയ്യുമോ? അല്ല, ലെറ്റ്സ് അവൻ അത് ചെയ്തതിൻ്റെ ദേഷ്യം കൊണ്ടല്ല. ഹീ ചൂസ് ഇൻ ദ റീസൺ ഐ ഡോണ്ട് വാണ്ട് യു, ഐ ക്യാൻ ലീവ് ബൈ മൈസെൽഫ് എന്ന് ഇറങ്ങിപ്പോവാം. മനസ്സിലായി? ആ ത്രൂ കമാൻഡ്മെൻറ്റ് ഡിസൊബേ ചെയ്യുമ്പോൾ ദൈവം അവന് ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുത്തു. ഒരാൾക്ക് കൊടുക്കുക. ദൈവം പറയാം, മോനെ നീ അത് ചെയ്യരുത്, ഇത് ചെയ്തു, ഇത് കഴിച്ചു. ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് ലൈഫ് അത് എന്തോ റെപ്രസെൻറ്റ് ചെയ്യുന്നതറിയാം. പക്ഷെ നാം കബളിപ്പിക്കപ്പെട്ടതാണെങ്കിലും അതുകൊണ്ടാണ് പറഞ്ഞാൽ ഫെൻസ് ഇട്ട് പ്രൊട്ടക്റ്റ്. സാത്താനൊരു ഫുഡ് ഹോളിനൊരു അവസരം കൊടുക്കരുത്. കൊടുത്താൽ ഫസ്റ്റ് തിങ് ഉണ്ടാകുന്നത് റെബല്യനാണ്. മാർക്ക് മൈ വേർഡ്, ഫസ്റ്റ് തിങ് ഉണ്ടാകുന്നത് റെബല്യനാണ്. അല്ലെ നിങ്ങൾ എഴുതി വെച്ച് നോക്കിക്കോ. നിങ്ങൾ സാത്താൻ അല്ലെങ്കിൽ ഈവിളിന് ഒരവസരം കൊടുത്താൽ റെസിസ്റ്റ് ചെയ്യാതെ, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാതെ, നിങ്ങളുടെ ഫെൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഈവിളിന് ഒരവസരം കൊടുത്താൽ ഫസ്റ്റ് തിങ് ഉണ്ടാകുന്നത് റെബല്യനാണ്. നിങ്ങൾ എഴുതി വെച്ചു, മനസ്സിലായി? ഉണ്ടാകുന്ന ഫസ്റ്റ് തിങ്. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു സ്ഥലത്തോട്ട് പോകും. അപ്പം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാത്തു സൂക്ഷിക്കാതിരുന്ന ഇതേപോലെ ടെംപ്റ്റേഷൻ പലത് വരും. അതുവഴി നമ്മളിൽ കയറും. പിന്നെ നമ്മുടെ ഗതി ഒരു വല്ലാത്ത രീതിയായിത്തീരും. കയ്പിൻ്റെ അനുഭവം ഉണ്ടാകരുത്, വെച്ചുകൊണ്ടിരിക്കരുത്. കയ്പിൻ്റെ അനുഭവം, മനസ്സിലായോ? കയ്പിൻ്റെ അനുഭവം വെച്ചുകൊണ്ടിരിക്കരുത്. അത് എത്ര പെട്ടെന്ന് ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് ASAP. ഓക്കെ, അതേപോലെ ശത്രുത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, ASAP കളഞ്ഞേക്ക്. ഓക്കെ, ഇപ്പം ചില കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ചിലരോട് പറയാം ചെയ്യില്ലേ. അപ്പോൾ അവർ കീപ്പ് ഓൺ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അങ്ങ് മാറ്റി വെച്ചേക്കും. ഇപ്പം പൗലോസും പറയുന്നുണ്ട്, അവനെ ഉപദേശിക്കുക, നന്നായില്ലെങ്കിൽ മനസ്സിലായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയുന്ന പോലെ. അങ്ങനത്തെ കാര്യം അത് മറ്റുള്ളവർ, ഇത് സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വി നീഡ് ടു ഹാവ് എ ഫെൻസ്. ആ ഫെൻസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ്. ഇറ്റ്സ് ഓക്കെ, സാംസൺ റൂട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അവസരം കൊടുക്കില്ലേ. അവസാനം ഈവിൾ നമ്മുടെ ജീവിതത്തിൽ കയറി, മനസ്സിലായി, പല ഇൻസ്ട്രുമെൻറ്റും വായിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനവസരം കൊടുക്കരുത്. ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, ദൈവം പറഞ്ഞു എന്തുകൊണ്ടാണ് അത് കഴിക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്ത് യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഇറ്റ്, യു ഡോണ്ട് നീഡ് ഇറ്റ്, ബട്ട് ആസ് എ ഗാഡ് ഐ ഹാവ് ടു ക്രിയേറ്റ് ഇറ്റ്. മനസ്സിലായി? ടു ബി ഫെയർ, ഇൻ ഓർഡർ ഫോർ മീ ടു ജഡ്ജ് യു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ. ഇപ്പം നമ്മൾ ന്യായവിസ്താരത്തിൽ പോയിക്കുന്നു, ദൈവമേ എൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ് നീ എടുത്തു കളഞ്ഞിട്ട് എനിക്ക് നല്ലത് ഇതേ വന്നുള്ളൂ, എനിക്ക് ഈവിൾ ചെയ്യാനൊരവസരം തന്നില്ല എന്ന് നമ്മളെ ചോദിച്ചാൽ, മനസ്സിലായി, വൈ ഡിഡ് യു ക്രിയേറ്റ് ചെയ്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്കൊരു ഫ്രീ, മനസ്സിലായി, ഗുഡ് ഓഫ് ഈവിൾ, യു ഡോണ്ട് നീഡ് ഇറ്റ്. ട്രീ ഓഫ് ലൈഫ്, ഈറ്റ്, ഗ്രോ ഇറ്റ്,
ഇത്. അപ്പം ഇങ്ങനെ വന്നപ്പം കഴിഞ്ഞ ദിവസം നാഗമ ഹമാദിയുടെ ഒരു ഇപ്പം നാഗഹമാദിക്കകത്ത് ഇതിൻ്റെ അകത്ത് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓൾറെഡി ആദ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പറഞ്ഞില്ല, കാരണം കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്തെ പറഞ്ഞപ്പം ഒരു ബർണബാസിൻ്റെ സുവിശേഷം എന്ന് തന്നെയുണ്ട്. ആ സുവിശേഷത്തിനകത്ത് ബർണബാസ് എഴുതിയേക്കുന്നത് പന്നിയും അങ്ങനെയുള്ള ഓരോ ഈഗിളിനെയും അങ്ങനെയൊന്നും കഴിക്കരുത്. വായി നിങ്ങൾ ഇഫ് യു ഈറ്റ് യു മനസ്സിലായി വട്ട് എവർ യു പുട്ട് ഇൻസൈഡ് യുവർ ബോഡി യു വിൽ ബി ദാറ്റ് പേഴ്സൺ. അതെ, പന്നിയെ കഴിച്ചാൽ പന്നിയെ പോലെ ആവും. മനസ്സിലായി? അത് കഴിഞ്ഞ് അതിൻ്റെ ബർണബാസ് പറഞ്ഞ് ചില ആൾക്കാർ കാണും ദൈവത്തിലേക്ക് എന്തോ വരാൻ വേണ്ടി അവർ ഒത്തിരിയും സ്ട്രഗിൾ ചെയ്യും. വൺസ് ദേ ഗ്രോ സ്പിരിച്വലി ആൻഡ് എന്തോ മറ്റേ നമ്മുടെ ഫൈനാൻഷ്യലി ഗ്രോ ചെയ്ത് കഴിയുമ്പം ദേ ഹാഡ് എ സാറ്റിസ്ഫൈഡ്. പന്നിക്ക് എന്തോ എപ്പോഴും സാറ്റിസ്ഫൈഡ് ഫീലിങ്സ്. പിന്നെ അടുത്തോട്ട് വരുന്നതിനെ എല്ലാവരും എന്തോ ഇത് വെച്ച് കൊമ്പ് വെച്ച് തട്ടിക്കളയും. എഴുതി അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ കളയുന്ന സ്വഭാവം ഉണ്ടാവും. ഞാനും ഇത് പല ആൾക്കാരിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദാഹം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. സ്പിരിച്വൽ ഗ്രോത്ത് ആദ്യം രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ ഭയങ്കര സ്പിരിച്വൽ ഗ്രോത്താണ്. പിന്നെ ഈ പൊളിറ്റിക്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫൈനാൻഷ്യലി എനിക്ക് ഇച്ചിരി ഒരു നിലനിൽപ്പുണ്ട് ഞാൻ എന്നുള്ള ഒരു ഓക്കെ, എനിക്കൊരു വില വേണം, എനിക്ക് സമൂഹത്തിലൊരു വില വേണം, എനിക്കതൊരു അന്നേരം ഉണ്ടല്ലോ ആ ഗ്രോത്ത് സ്പോട്ട് അങ്ങ് നിൽക്കും. പിന്നെ അച്ചായം കളിക്കാൻ നോക്കും. മനസ്സിലായി? പിന്നെ മറ്റുള്ളവരെല്ലാം പിന്നെ റിബല്യസ്നെസ്, അവിടാണ് കുഴപ്പം. മനസ്സിലായി? ആ സ്പിരിച്വൽ ദാഹം എന്നും നിൽക്കുന്നു. അന്നേരം നമ്മളുടെ ഈ ഉപദേശങ്ങളൊക്കെ കുറേ അയാൻ തുടങ്ങും. അന്നേരം എന്ത് കൊടുക്കും? ഈ പുള്ളിക്കാരനകത്ത് കയറും, ഈ വിളകത്ത് കയറും. പിന്നെ നമ്മൾ അച്ചായൻസ് ആകും, റെബല്യൻസ് ഉണ്ടാവും. പിന്നെ അത് ചെയ്താൽ എന്നാ കുഴപ്പം, ഇത് വന്നാൽ എന്നാ കുഴപ്പം, ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വരും. മനസ്സിലായി? ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴേ ഓർത്തോ, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. വീണ്ടും പിന്നെ ഒരു ശോധനയ്ക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, ശോധനയ്ക്ക്. അപ്പം അതാണ് ഈ കഴിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ബർണബാസിൻ്റെ സുവിശേഷത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ പന്നിയെ കഴിച്ച അല്ലെ കയറ്റിനെ ഒരു ഈഗിളിനെ കഴിച്ചാൽ ആ ഈഗിളിൻ്റെ സ്വഭാവം കാണുന്നതെല്ലാം കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? കാണുന്ന എല്ലാ ആൾക്കാരെയും ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, നഖം വെച്ച് പിടിച്ച്. ഇങ്ങനൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് അത് പഠിപ്പിച്ചത് ദേവദാസനാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നത്. പക്ഷെ ബൈബിൾ ആ സുവിശേഷത്തിൻ്റെ അകത്ത് നിങ്ങൾ പന്നിയെ കഴിച്ചാൽ നിങ്ങൾ ഇതേപോലെ ആവും, ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ഫീലിങ്സ് ഉണ്ടാവും, പിന്നെ വരുന്ന ആൾക്കാരെ കുത്തി ഇത് ചെയ്യുമെന്നൊക്കെ ഈഗിളുടെ അത് ദേവദാസൻ പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞു. ഓക്കെ, അപ്പം അതേപോലെ ഇത് ഇപ്പം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? എന്ത് കഴിക്കണം അത് നിങ്ങൾ, ദാറ്റ്സ് യുവർ ചോയ്സ്. ഞാൻ അതിൻ്റെ അകത്ത് ഗാഡ് ഗേവ് യു ഫ്രീഡം ഓഫ് ചൂസ് വൈസ്ലി. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ. പിന്നെ ഇത് ദൈവം വൈ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ മാത്രം നമ്മളോട് കഴിക്കല്ലെന്ന് പറഞ്ഞേ. ബട്ട് ഗാഡ് നോസ് ഇറ്റ്. ദൈവത്തിനറിയാം കഴിക്കുന്ന നാളിൽ നീയും ഞാനും തമ്മിൽ സെപ്പറേറ്റ് ഉണ്ടാവും. പിന്നെ യു ആർ ഔട്ട് ഓഫ് യുവർ ഹൗസ്. നമ്മൾ മുടിനായപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആ സ്റ്റോറി ലൂക്കിൻ്റെ അകത്ത് വായിക്കുമ്പം ആ പൈതൽ പിതാവിൻ്റെ ഫാനത്തിൽ നിന്ന് ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോയി. പിന്നെ നമുക്കറിയാം എന്തൊക്കെ അനുഭവം. ആ പിതാവ് കാത്തിരുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. ത്രൂ ഈറ്റിങ് നമ്മൾ ഫെൻസ് കവർ ചെയ്തില്ല. മനസ്സിലായോ? ഫെൻസ് കവർ ചെയ്തില്ല. ഓഫ്റ്റൻ ടൈംസ് നമ്മൾ ഈ ഭർത്താക്കന്മാരിങ്ങനെ ഇരിക്കുമെങ്കിലും ഭാര്യമാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് ഓക്കെ അച്ഛാ, അവനങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. ഞങ്ങളുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ്. എനിവേ അപ്പം ഫെൻസ് നീഡ് ടു ബി കവേർഡ്. മനസ്സിലായി? കവർ ചെയ്ത് വെക്കണം.
ആ കവർ ചെയ്യാത്തതുകൊണ്ട് എന്തൊട്ട് വരും, ഉപദേശം വരും. പല 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 ആഗ്രഹങ്ങളും ഇതുകളും ഒക്കെ വരും. അങ്ങനെ വന്ന് അവിടെ അടുത്ത ഭാഗത്തുണ്ടല്ലോ, അത് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ത്രില്ല് അന്നത്തെ പോകും. ഓക്കെ, പിന്നെന്തെടുത്തു, ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. ആ ഭൂമിയിൽ നിന്ന് അകത്തുനിന്ന് വന്ന് നനയ്ക്കുന്ന അനുഭവം പോയി. പിന്നെ ഭൂമി ശപിക്കപ്പെട്ടതായിട്ട്, മനുഷ്യനല്ല ഭൂമി ശപിക്കപ്പെട്ടത്. പിന്നെ അതിൽ നിന്ന് ഇത് കൂടി ഇത് വളർന്ന് പിന്നെ മേലിൽ നിന്ന് ദൈവം പറഞ്ഞു, നീ എന്നോട് പ്രാർത്ഥിക്കും, എൻ്റെ വചനം ചെയ്ത് നീ നീതിമാനായി നടക്ക്, I will send you rain. മനസ്സിലായോ? പണ്ട് വേർപെട്ട ആ നനയ്ക്കുന്ന അനുഭവം, നദിയുടെ അനുഭവം നമ്മൾ നഷ്ടപ്പെട്ടു. പെന്തക്കോസ്ത് നാളിൽ ആ അനുഭവം നമുക്ക് തിരിച്ചു കിട്ടി. കാത്തിരുന്ന ശക്തിയെ പ്രാപിക്കാത്ത, കാത്തിരുന്ന ശക്തിയെ മസ്റ്റ് ഹാവ് ടു ഹാവ്. ഇല്ലെങ്കിൽ ഇതേപോലുള്ള റിബലിയൻസ് ഉണ്ടാവും എന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് ട്രീ ഓഫ് ലൈഫ് നമ്മൾ എത്ര കഴിച്ചിരുന്നെങ്കിലും നമുക്ക് ഒരു വളർച്ച, നല്ലൊരു എന്നും ഡിപ്പെൻഡ് അപ്പോൺ ക്രൈസ്റ്റ് ജീസസ്, അല്ല ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ, ഈ മനുഷ്യന് ക്രിയേറ്റ് ചെയ്ത് അവർക്കെല്ലാം അറിവോടുകൂടിയാണോ? അല്ല. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് ദൈവം അവരെ സ്റ്റെപ്പ് ബൈ പറഞ്ഞു കൊടുത്ത് ട്രീ ഓഫ് ലൈഫ് നിന്ന് അവർ കഴിച്ച് മനസ്സിലായോ? പക്ഷെ അതിനു മുമ്പേ എന്തോ പറ്റി, സെപ്പറേഷൻ ആപ്പിച്ചു. മനസ്സിലായോ? നിങ്ങൾ കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിച്ചുകൊണ്ടിരിക്കും, ഷ്യൂർലി മരിക്കും. അന്ന് നിങ്ങൾ വേർപെടും. നിങ്ങൾ പിന്നെ ഒരു ദിവസം ഷ്യൂർലി നിങ്ങൾ വേർപെടും. 2 മരണം അവിടെ കാണിക്കുന്നത്, ഡബിൾ മരണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആത്മീയാർത്ഥം എല്ലാം നമ്മൾ പറഞ്ഞു. 4 നദിയുണ്ട്. ഒരു ഏദൻ തോട്ടമുണ്ട്, ബ്ലിസ്ഫുൾ. അവിടെ നിന്ന് നദി ഒഴുകി തോട്ടത്തെ നനച്ചു. പിന്നെ 4 ലോകത്തിൻ്റെ അറ്റത്തോളം പോവാം. മനുഷ്യനെ ആ തോട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആക്കി വെച്ചു. നിങ്ങളോട് അത് ചെയ്യരുത്, മനസ്സിലായി? നിങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഓർത്തോണം, ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ്. അത് ചെയ്യരുത്. ഗുഡ് ആൻഡ് ഈവിൾ. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് നിർത്തുവാണ്. കാരണം ഇനിയും കൂടുതൽ പറഞ്ഞു പോയാൽ അടുത്ത ഭാഗത്തോട്ട് ജമ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിർത്തുക. ഓക്കെ, ഇതിൻ്റെ മുൻ ഭാഗത്ത് ഞാൻ വായിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ പറ്റി, ഫുൾ കാര്യങ്ങൾ കാണിക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നോക്കട്ടെ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അത് 15 മിനിറ്റേ സമ്മതിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് തന്നെ അങ്ങ് ഓഫായി പോവാം. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, എനിവേ ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തുവെങ്കിലും ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് എന്നെ കഴിയുന്ന രീതി ഞാൻ അടുത്ത പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, എനിവേ നമുക്ക് പ്രാർത്ഥിക്കാം. സുപ്രസന്നായ പിതാവേ, ഇന്നത്തെ ഈ സന്ധ്യ സമയത്തിനായി സ്തോത്രം. അച്ഛൻ്റെ സ്ഥലത്തിൽ കടന്നു വരുവാനും ഞങ്ങൾക്ക് അല്പസമയം ദീമി ശ്രദ്ധിക്കാതെ ആയല്ലോ. ദീമി ഏതെന്ന് പറഞ്ഞ അപ്പച്ചൻ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ബ്ലിസ്ഫുൾ മൂമെൻറ്റ്, അൺഇമാജിനബിൾ, ഒരു ചിന്തിക്കാൻ ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ നിന്ന് ഒരു നദി ഒഴുകി. ആ നദി തോട്ടമായ ഞങ്ങളെ നനയ്ക്കുവാനും ഭൂലോകത്തോളം അത് ഞങ്ങൾക്ക് എത്തിക്കുവാൻ ഞങ്ങളെ കൊണ്ട് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അത് കഴിഞ്ഞ് ഞങ്ങളെ തോട്ടത്തിലാക്കി വെച്ചു. അത് കീപ്പ് ചെയ്യണം. പലപ്പോഴും ഞങ്ങൾ തെറ്റുകൾ വന്നിട്ടുണ്ട്, കുറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദൈവമേ, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയം വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഓർക്കരുതേ, കണക്കിട്ടല്ലേ, പാരം ചോദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ തോട്ടത്തിൽ ഞങ്ങളെ വയ്ക്കുവാനും ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും ബി ഫ്രൂട്ട്ഫുൾ, പ്രൊഡക്റ്റീവായും അത് കഴിഞ്ഞ് അവിടുന്ന് ദൈവമേ ഞാൻ കമാൻഡ് ചെയ്തല്ലോ ദൈവമേ, ആ ട്രീ ഓഫ് നോളജ് ആൻഡ് ഗുഡ് ഈവിൾ കഴിക്കരുത്. ബട്ട് ഇവഞ്ച്വലി ഞങ്ങൾ തെറ്റിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ. ട്രീ ഓഫ് ഗുഡ് ആൻഡ് നോളജ് ഞങ്ങൾ കഴിക്കേണ്ടതായിരുന്നു. അതായിരുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊട്ടക്റ്റീവ്നെസ് ഇല്ലാത്തതുകൊണ്ട് ദൈവമേ ഈവിൾ കയറി ഞങ്ങളെ വേർപെടുത്തുവാനായി. എന്നാൽ യേശു ക്രിസ്തുവിനാൽ ഞങ്ങൾക്ക് ആ വീണ്ടെടുപ്പ് തന്നു. ദൈവമേ, ഒരിക്കൽ കൂടെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇത് ചെയ്യുവാൻ
റെബലിയസ്നെസ് ഉണ്ടാകുവാൻ, ചൈൽഡ് ഏഷ്നെസ് ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സ്പിരിച്വലായി ഡേ ബൈ ഡേ ഗ്രോ ചെയ്യാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം ക്ഷമിക്കണമേ. യേശു മനസ്സിലാക്കണമേ. യേശു തന്നെ. ആമേൻ.